അച്ഛന്റെ വലതുഭാഗി കിടക്കുന്ന ബ്രഹ്മസ്യം പൂടുനൂലിൽ നിന്നും രണ്ടിട പൂടുനൂല് വലിച്ചു പൊട്ടിച്ചു. ഉത്രം തൃപ്പടി മേലിരിക്കുന്ന നവരത്ന കല്ലുകൾ കുത്തിക്കോർത്തു. ഇടതുഭാഗെ ആശ കാട്ടി വലതുഭാഗെ പൂടുനൂല് വേർത്തണഞ്ഞു. എനിക്കും അഴകും ചിതമുള്ള പേര് വിളിക്കാതെ സമ്മതിക്കുന്ന മകൻ ഞാനല്ല പരമേശ്വര ഭഗവാനെ. എന്നതിനെ കേട്ടു 28 നാള് കഴിയാത്ത ആരോപലുണ്ണി മകന്റെ വാക്കും വചനങ്ങൾ കേട്ടു. അച്ഛൻ പരമേശ്വരന്റെ ഉള്ളം തട്ടി ഉടൽ വിറച്ചു. അച്ഛൻ പരമേശ്വരന്റെ ബ്രഹ്മസ്യം വന്ന പൂടുനൂലിൽ നിന്നും രണ്ടിട പൂടുനൂല് വലിച്ചെടുത്ത് ഭഗവാൻ ഉത്രം തൃപ്പടിമേലിരിക്കുന്ന നവരത്ന കല്ലുകൾ കുത്തി കോർത്തു. ഇടതുഭാഗെ ആശ കാട്ടി വലതുഭാഗെ പൂടുനൂല് വേർത്തണഞ്ഞു. ഓരോരോ മക്കളെ പേര് വിളിച്ചതുപോലെ ഒക്കേലും ഒടുവിൽ പിറന്ന ഉണ്ണി മകനെ പേര് വിളിക്കാൻ അണിമുഖത്തേക്കൊന്ന് നോക്കുമ്പോ മകനുടെ അണിമുഖത്ത് കണ്ടറിഞ്ഞു പോകുന്നു മിന്നും പൊന്നും കിരീടവും നൽപതങ്കം കളതലമണിയുമ ചാരുദ്രി പൂണുനൂല് മഴ കൊണ്ട് മകന തങ്കച്ചിറപേർച്ചടയഴകായി തോന്നുന്നു. കാരിക്കോലും കപാലകം കരപരണിയിൽ ശോഭിതം കൃഷ്ണവർണം ലീലാകാന്ഡവ ജഗത് മോഹിനീപതി കമലവ സാക്ഷാൽ വിഷ്ണുമായ സ്വരൂപങ്ങൾ കണ്ടറിഞ്ഞു പോകുമ്പോ അച്ഛൻ പരമേശ്വരൻ മകനെ പേര് വിളിച്ചു. എന്റെ മായത്താലും എന്റെ ബീജത്താലും മഹാവിഷ്ണു ഭഗവാന്റെ മായയാലും പിറന്നടാ മകനെ അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായേ. അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായേ. അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായേ. പൊന്നുണ്ണിയെ വിഷ്ണുവായേ പൊന്നുണ്ണിയെ വിഷ്ണുവായേ. വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത എന്റെ മോനെ പൊന്നുണ്ണിയെ വിഷ്ണുമായേ എന്നങ്ങനെ അച്ഛൻ പരമേശ്വരന് 3 പേരും 3 പേരും കൂട്ടി മകനെ അഴകോടെ പേര് വിളിക്കുന്ന പൂ.